ഹലോ, എല്ലാവർക്കും നമസ്കാരം. സാമ്പത്തിക ചിന്തകളുമായിട്ട് നമ്മുടെ വിവിധ എപ്പിസോഡുകൾ വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. പല എപ്പിസോഡുകളും കഴിയുമ്പോൾ ചിലരെങ്കിലും എന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ടീച്ചർ എപ്പോഴും ഇങ്ങനെ പെൻഷൻ ഫണ്ടിനെക്കുറിച്ചും എമർജൻസി ഫണ്ടിനെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ പറയും. വയസ്സാങ്കാലത്ത് ജീവിക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചല്ല ടീച്ചർ പറയുന്നു, സമ്മതിച്ച്. ഇന്നത്തെ കാര്യം നടന്നിട്ട് വേണ്ട നാളത്തെ കാര്യം. ഇന്നത്തെ കാര്യം തന്നെ ഞങ്ങൾക്ക് തികയുന്നില്ല. ഇന്ന് ജീവിക്കാൻ പറ്റാത്ത ഞങ്ങളോടാണ് ടീച്ചർ നാളത്തെ പെൻഷനെക്കുറിച്ചൊക്കെ പറയുന്നത്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ആദ്യ പിടിച്ചുകൊണ്ടിരിക്കാമെന്നല്ലാണ്ട് ഇന്നത്തെ കാര്യം തന്നെ മര്യാദയ്ക്ക് നടത്താൻ പറ്റാത്ത ഞങ്ങളോട് ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും പറയരുതേ. ചിലരെങ്കിലും വളരെ കാര്യമായിട്ടും എന്നാൽ രസകരമായിട്ടും എന്നോട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ചിലർ പറയാറുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ പെൻഷനൊക്കെ ഉണ്ട്, അവരുടെ ജീവിതം സുഖകരമാണ്. അതുപോലെ ചില സ്വകാര്യ വ്യക്തികളും പെൻഷൻ ഫണ്ടിൽ ചേരും. സർക്കാർ ഉദ്യോഗസ്ഥർ മേടിക്കുന്ന പെൻഷനേക്കാൾ ഏറെ ഇരട്ടി പെൻഷൻ മേടിക്കുന്ന സ്വകാര്യ പെൻഷൻ സ്കീമുകളുണ്ട്. നമ്മൾ ചില എപ്പിസോഡിൽ അതേക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ ഇട്ടിട്ട് കൂടുതലായിട്ട് പെൻഷൻ മേടിക്കുന്ന ധാരാളം പേരും വളരെയധികം എക്കണോമിക് പ്ലാനിങ് ഉള്ളവർ, എക്കണോമിക് ചിന്തകളുള്ളവർ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗോൾസ് ഉള്ളവരെന്നൊക്കെ നമുക്ക് പറയാം. സാമ്പത്തിക ലക്ഷ്യങ്ങളുള്ളവരും സാമ്പത്തിക സാക്ഷരതയുള്ളവരും സാമ്പത്തിക അച്ചടക്കമുള്ളവരെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പറ്റാത്ത കുറേ പേര് നമ്മുടെ സമൂഹത്തിലില്ലേ ടീച്ചറെ? ഇതൊന്നും നടക്കുകയില്ല. പെൻഷൻ ചേരാനും പറ്റത്തില്ല, പെൻഷൻ കിട്ടുന്നുമില്ല. എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് സഹായകരമായൊരു പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പേരാണ് റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ, RML എന്ന് പറയും. റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും, സാധാരണ എടുക്കുന്ന ലോണിൻ്റെ റിവേഴ്സാണിത്. റിവേഴ്സ് മീൻസ് ഓപ്പോസിറ്റാണിത്, എതിരാണിത്. സാധാരണ നമ്മളൊരു ഹൗസിംഗ് ലോൺ എടുക്കുന്നത് എങ്ങനെയാണ്? സാധാരണ വ്യക്തികൾ അവരുടെ 30കളിലാണ് ഹൗസിംഗ് ലോൺ എടുക്കാറ്. ഹൗസിംഗ് ലോൺ എടുക്കുമ്പോൾ പലരും അത് 20 വർഷത്തേക്ക് 30 വർഷത്തേക്കൊക്കെയാണ് എടുക്കുന്നത്. നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ബാങ്കിന് പണയത്തിന് കൊടുക്കുന്നു. ലോൺ ബാങ്ക് പാസ്സാക്കുന്നു. ഈ ലോൺ കൃത്യമായി EMIകളായി, ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റുകളായി, അല്ലേ, ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്, അതാണ് EMI. കൃത്യ എമൗണ്ടുകളായിട്ട് ബാങ്ക് തീരുമാനിച്ച് നമുക്ക് തരുന്നു. അത് 20 കൊല്ലം 25 കൊല്ലം 30 കൊല്ലം അടച്ച് തീർന്ന് കഴിയുമ്പോൾ ചിലരെങ്കിലും, ഞാൻ ചില എപ്പിസോഡിൽ പറഞ്ഞ പോലെ, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പൈസ കിട്ടിയാൽ കൊണ്ടുവന്ന ലോണിലേക്ക് അടച്ച് ഈ വർഷത്തെ കുറച്ച് കൊണ്ടുവരുന്നു. അങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നതനുസരിച്ച് പലിശ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നു. അങ്ങനെ 20 വർഷത്തേക്കെടുത്ത ലോൺ 12 വർഷമാകുമ്പോൾ ക്ലോസ് ചെയ്യുന്നവരുണ്ട്. 15 വർഷത്തിന് മുമ്പ് തന്നെ ക്ലോസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ചിലരെ കൊണ്ട് സാധിക്കാതെ വരുമ്പോൾ അത് 20 വർഷത്തേക്കാണ്. നമ്മളങ്ങനെ 20 വർഷത്തേക്കും 25 വർഷത്തേക്കും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവസാനം എഴുതി കൂട്ടി നോക്കിയാൽ എടുത്ത ലോണിൻ്റെ ഏതാണ്ട് 2.5 ഇരട്ടി നമ്മൾ അടച്ചിട്ടുണ്ട്, പലിശ സഹിതം. പക്ഷേ നമ്മൾ മേടിച്ച പ്രോപ്പർട്ടിയുടെ വിലയും ഏതാണ്ട് 2.5 ഇരട്ടിയിലധികം വളർന്നിരിക്കുന്നത് കൊണ്ട് ഹൗസിംഗ് ലോൺ എടുത്ത് വീട് പണിയുന്നതിൽ നഷ്ടമില്ല എന്ന് മധ്യവർഗ വിഭാഗക്കാർ വിശ്വസിക്കുന്നു. ഒരു പരിധിവരെ ആ വിശ്വാസം ശരിയാണ് താനും. എന്നാൽ നമ്മളിപ്പോൾ ഇന്ന് ചിന്തിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വീട് ഇത് ബാങ്കിന് കൊണ്ട് ഈടായിട്ട് കൊടുക്കുന്നു. ബാങ്ക് അതിൻ്റെ ഒരു ലോൺ പാസ്സാക്കുന്നു. ആ ലോൺ എമൗണ്ട് കൃത്യം ഇൻസ്റ്റാൾമെൻറ്റായിട്ട് നമുക്ക് എല്ലാ മാസമാണ് കിട്ടേണ്ടത്, 3 മാസത്തിലൊരിക്കലാണ് കിട്ടേണ്ടത്, വർഷത്തിലൊരിക്കലാണ് കിട്ടുന്നത്. അതിൻ്റെ എമൗണ്ട് ബാങ്ക് ഇങ്ങോട്ട് തരുന്ന പ്രോസസ്സ്. നമ്മൾ ബാങ്കിന് അങ്ങോട്ട് കൊടുക്കുന്ന പ്രോസസ്സിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്, റിവേഴ്സാണ്, ഓപ്പോസിറ്റാണ്. ബാങ്ക് ഇങ്ങോട്ട് തരുന്നൊരു പ്രോസസ്സ്. ഇത് കിട്ടണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ വയസ്സ് 60 കഴിഞ്ഞിരിക്കണം. ഇത് സീനിയർ സിറ്റിസൺസ് പ്ലാനാണ്. 2007-08 സാമ്പത്തിക വർഷത്തിലെ ബജറ്റിലാണ് ഈ ഒരു ആശയം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. തുടർന്ന് എല്ലാ ബാങ്കുകൾക്കും അതനുസരിച്ച് നിർദ്ദേശങ്ങൾ പോവുകയും ചില ബാങ്കുകൾ ഈ മേഖലയിൽ വളരെ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ 60 വയസ്സ് കഴിയണമെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ദമ്പതികൾ ഒന്നിച്ചാണ് ഇതിനെ അപേക്ഷിക്കണമെങ്കിൽ അതിൽ ഒരാൾക്ക് 60 കഴിഞ്ഞാൽ മതി. 62, 63 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇത് മിക്കവാറും എല്ലാവരും എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നത് തന്നെ.
പങ്കാളി അത്രയും 60 വയസ്സാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ടാക്സ് ഫ്രീ ഇൻകം ആണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു സവിശേഷത. ഈ കിട്ടുന്ന പൈസയ്ക്ക് ടാക്സ് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇതിന് നല്ല പലിശ ഉണ്ട് എന്നതും നമ്മൾ ചിന്തിക്കണം. സാധാരണഗതിയിൽ നമ്മളായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മുതൽ, അത് വീടാകാം, പ്രോപ്പർട്ടി എന്തെങ്കിലും ആകാം, അതാണ് നമ്മൾ ബാങ്കിലേക്ക് കൊണ്ട് വെക്കുന്നത്. 30 വർഷം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ് നമ്മൾ ബാങ്കിന് കൊണ്ട് വെച്ചിട്ട് ബാങ്ക് അത് 15 വർഷമോ 20 വർഷമോ മാക്സിമം ഉള്ളൂ കേട്ടോ, ടെനർ. അതിലേക്കാണ് ഈ റിവേഴ്സ് ലോൺ തരുന്നത്. ഓർക്കണം, ആ വസ്തുവിൻ്റെ വാല്യുവിൻ്റെ ഒരു മാക്സിമം 55% ലോൺ ബാങ്ക് പാസ്സാക്കി തരുന്നത്. കാരണം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഉള്ളതുകൊണ്ട് ഈ വസ്തുവിൻ്റെ വിലയിൽ എപ്പോൾ വേണേലും മാറ്റങ്ങൾ വരാം. ചിലപ്പോൾ വളരെ ഉയർന്നെന്നിരിക്കാം, ചിലപ്പോൾ സ്റ്റാഗ്നൻ്റായിട്ട് നിന്നെന്നിരിക്കാം, ചിലപ്പോൾ വില താഴോട്ട് പോയെന്നിരിക്കും. അതുകൊണ്ട് ബാങ്ക് എപ്പോഴും അതിൻ്റെ വാല്യൂവിൻ്റെ ഒരു 55% മാക്സിമം പരിധിയൊക്കെ നിശ്ചയിക്കാറ്. അതനുസരിച്ചാണ് തരുന്നത്. പിന്നെ ബാങ്ക് തന്നെ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റും ഫിക്സ് ചെയ്യുന്നു. 8% മുതൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ 3 കണ്ടീഷൻസ് ഉണ്ട് ഈ ഒരു റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ കിട്ടാനായിട്ട്. 1, പ്രായം. 2, മാർക്കറ്റ് വാല്യൂ ഓഫ് ദി അസറ്റ്, ആ വസ്തുവിൻ്റെ ഇന്നത്തെ മാർക്കറ്റിലെ വിപണി വില. 3, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. വിപണി വിലയുടെ 55% എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഏതാണ്ട് ഒരു 20 വർഷത്തേക്ക് കിട്ടുന്ന ഒരു ലോൺ സ്കീമിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ 30 കൊല്ലം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ മുതൽ 60 വയസ്സിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വരുമാനം തരുന്ന ഒരവസ്ഥയിലേക്ക് ആ സ്വത്തും മുതലും മാറുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇങ്ങനെ ബാങ്കിന് കൊടുക്കുമ്പോഴും ഉടമസ്ഥാവകാശം ബാങ്കിലേക്ക് പോകുന്നില്ല. ബാങ്ക് റിട്ടൈൻസ് ദ ഓണർഷിപ്പ് ടു ദ ഓണർ. എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ ഉടമ അപ്പോഴും ബാങ്കല്ല, ഈ വ്യക്തി തന്നെയാണ്. രണ്ടാമതൊരു പ്രത്യേകത, എത്ര വർഷം വേണമെങ്കിലും അതേ സ്ഥലത്ത് അതേ വീട്ടിൽ ഈ വ്യക്തിക്ക് താമസിക്കുകയും ചെയ്യാം. അപ്പോൾ ഉടമസ്ഥാവകാശവും കൈവശാവകാശവും എല്ലാം ആ വ്യക്തിക്ക് ലഭിക്കുന്ന വിധത്തിലാണ് RML റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റിവൈസബിളുമാണ്. റിവൈസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ വാല്യൂ കൂടും. ചില മെട്രോപൊളിറ്റൻ സെൻറ്ററുകളിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ 3 സെൻറ്റിലോ 5 സെൻറ്റിലോ ഒക്കെ ഉള്ള ഒരു ചെറിയ വില്ലയോ ഫ്ലാറ്റൊക്കെ ആയിരിക്കാം. അതിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് നമുക്ക് ഈ ലോൺ എമൗണ്ടിലും വ്യത്യാസങ്ങൾ വരുത്താം. ഞാൻ ഈ വിഷയം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ പത്രത്തിൽ എഴുതിയപ്പോൾ ധാരാളം പേര് എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, അവർ ഈ എഴുതിയ ലേഖനം വെച്ചുകൊണ്ട് ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ബാങ്ക് മാനേജർമാർ അത്ര വലിയ താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്ന്. ചിലർക്കെങ്കിലും അങ്ങനത്തെ അനുഭവം ഉണ്ടായി എന്ന് ചിലർ വന്ന് എന്നോട് പറഞ്ഞു. അത് വളരെ സത്യമാണ് താനും. കാരണം ഇതൊക്കെ ഒരു ബാങ്കിൻ്റെയോ ബാങ്ക് മാനേജറുടെയോ അവരുടെ സിസ്റ്റത്തിൻ്റെയോ ഡിസ്ക്രിപ്ഷന് വിട്ടുകൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ ബാങ്കുകൾക്ക് അവരുടേതായ ചില തീരുമാനങ്ങളുണ്ട്. എന്നാൽ RML എടുത്തിട്ടുള്ള ധാരാളം പേരെയും എനിക്കറിയാം. ഇത് സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ്. പല EMI ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ഓർക്കണം. ബൊറോയിങ് കപ്പാസിറ്റി അനുസരിച്ച് അതനുസരിച്ചുള്ള പലിശകളും അതിനകത്ത് വരുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ EMI പേ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നാണ് നമ്മൾ ഈ ലോൺ എടുത്തത്, അവർക്ക് പ്രോപ്പർട്ടി ഇങ്ങനെ കൊടുത്തതിന് ശേഷം അവരാണ് നമുക്ക് EMI തരുന്നത്. നമ്മൾ അങ്ങോട്ട് EMI കൊടുക്കുകയല്ല, അവരിങ്ങോട്ട് EMI തരികയാണ്. അതുകൊണ്ട് തന്നെ ഇത് ബാങ്കിന് അതിന്മേലൊരു അവകാശമുണ്ട്. ഈ അവകാശം ഈ ആൾ മരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഇതിൻ്റെ കാലാവധിക്ക് ശേഷമോ ബാങ്കിന് ആ വസ്തുവിനെ വിറ്റ് അതിൻ്റെ പലിശ സഹിതം അതിൻ്റെ മുതൽ ബാങ്കിലേക്ക് എടുക്കാനുള്ള റൈറ്റ് നമ്മളിതോടൊപ്പം ബാങ്കിന് കൊടുക്കുന്നുണ്ട്. ഇനി കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും, ഒരു 10 കൊല്ലം കഴിയുമ്പോൾ തോന്നുവാണ് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യാനും നമ്മൾ അതുവരെ എടുത്ത പൈസയും പലിശയൊക്കെ തിരിച്ചു കൊടുത്തിട്ട് വസ്തു നമ്മുടെ കയ്യിലേക്ക് സ്വതന്ത്രമായി നമ്മുടെ കയ്യിൽ ഇരിക്കത്തക്ക വിധത്തിൽ ഇങ്ങോട്ട് ലഭിക്കാനും കിട്ടാനുമുള്ള വ്യവസ്ഥയും ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് ആരെങ്കിലും ലീഗൽ ഹെയേഴ്സ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള അനന്തര അവകാശികൾ ഈ വസ്തുവിനുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ കാലശേഷം ബാങ്കിന് ആ അവകാശികൾക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ അവകാശികൾക്ക് ബാങ്കിനെ സമീപിക്കാനും ഈ വസ്തുവിന്മേലുള്ള ബാധ്യതകൾ, ലോൺ എടുത്ത ബാധ്യതയും പലിശയൊക്കെ അടച്ചിട്ട് ഈ വസ്തു അവരുടെ സ്വന്തമാക്കാനുമുള്ള അവകാശം അനന്തര അവകാശികൾക്കുമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സ്കീം
അല്ലെങ്കിൽ വസ്തുവോ സാഹചര്യങ്ങളോ കൈവിട്ടു പോകാതെ കുടുംബത്തിൻ്റെ സ്വത്ത് റിട്ടൈൻ ചെയ്യാനുള്ള ചില വ്യവസ്ഥകളും ഇതിനകത്തുണ്ട്. ഇനി ഈ നിയമത്തിൻ്റെ ചില പ്രാക്ടിക്കൽ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രായോഗിക വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമുക്കറിയാം നമ്മുടെ നാട്, പ്രത്യേകിച്ച് ഭാരതം, കേരളം, മലയാളികൾ ഒക്കെ നമുക്ക് സീനിയർ സിറ്റിസൺസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഏതാണ്ട് 2050 ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ പോപ്പുലേഷൻ്റെ, ജനസംഖ്യയുടെ 20% മുതിർന്ന പൗരന്മാരായിരിക്കുമെന്നാണ് സ്ഥിതി വിവരക്കണക്കുകൾ പറയുന്നത്. കുട്ടികളുടെ എണ്ണം കുറയുകയും പ്രായമായവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. കുട്ടികളുടെ എണ്ണം അല്ലെങ്കിൽ യുവജനങ്ങളുടെ എണ്ണം കുറയുന്നത് ജനനനിരക്ക് കുറയുന്നത് കൊണ്ട് മാത്രമല്ല, പലായനങ്ങൾ സംഭവിക്കുന്നതും കൊണ്ടും കൂടിയാണ്. അതായത് നമ്മുടെ യുവജനങ്ങൾ പുതിയ തൊഴിൽ തേടി, തൊഴിലിടങ്ങളുടെ മെച്ചപ്പെട്ട തീരങ്ങൾ തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നതിൻ്റെ ഒഴുക്കിൻ്റെ ഗതി കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും സീനിയർ സിറ്റിസൺസിൻ്റെ എണ്ണം കൂടി വരികയാണ് നമ്മുടെ നാട്ടിലേക്ക്. അതുകൊണ്ട് ഈ സീനിയർ സിറ്റിസൺസിൻ്റെ പുനരധിവാസം, അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ സാമൂഹ്യ സുരക്ഷിതത്വം, അവരുടെ ഹെൽത്ത് കെയർ, അവരുടെ ആരോഗ്യ പരിപാലനം, അവരുടെ മാനസിക ഉല്ലാസം, ഇതൊക്കെ സർക്കാരിനും മറ്റ് സംവിധാനങ്ങൾക്കും പ്രധാനപ്പെട്ട വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലേക്കും ജനങ്ങൾ ചേക്കേറുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളാണ്. അതായത് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ഫ്രീ ആണ്, മെഡിക്കൽ ചെക്കപ്പ് ആൻഡ് അതർ തിങ്സ് ഫ്രീ ആണ്, ജീവിതത്തിന് സുഖകരമായ ആയാസരഹിതമായ ജീവിതം ലഭ്യമാണ്. ഇങ്ങനെയുള്ള വിവിധ ഘടകങ്ങൾ കൊണ്ടാണ് പലായനങ്ങളിൽ പലതും തിരിച്ചു വരാതെ അവിടെ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലും അതുകൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നുള്ളത് സർക്കാരിൻ്റെയും മറ്റ് സംവിധാനങ്ങളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ പ്രാധാന്യം ഉണ്ട്, പ്രാധാന്യം ഇനി ഏറി വരും. അതുകൊണ്ട് സീനിയർ സിറ്റിസൺസ് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ അവർക്ക് തന്നെ ഒരു ജീവിതമാർഗമായി, മറ്റൊരു പെൻഷൻ ഫണ്ടിൻ്റെ മറ്റൊരു രൂപമായി ഇത് മാറുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട തലം നമ്മൾ ചിന്തിക്കുന്നത്, ലോകത്തിൽ മക്കൾക്ക് വേണ്ടി കരുതുകയും മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഭാഗം മലയാളികളാണ്. കുടുംബവും കുടുംബ ബന്ധങ്ങളും നമുക്കെന്നും പ്രിയപ്പെട്ടതാണ്. നമ്മുടെ മക്കൾ നമ്മുടെ ഹൃദയത്തിൻ്റെ തന്നെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുണ്ടാക്കിയ ഭൂമിയോ ഇടങ്ങളോ കെട്ടിടങ്ങളോ അത് വെറും 2 സെൻറ്റായാലും എത്ര ഏക്കറായാലും അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു പരിധി കഴിഞ്ഞ് പേരക്കിടാങ്ങൾക്കും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ് മലയാളികൾ. ലോകത്തിൽ ഇത്രമാത്രം അടുത്ത തലമുറയ്ക്കായി കരുതുന്ന മറ്റൊരു വിഭാഗമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം നമ്മൾ പരിഷ്കൃത രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിലെല്ലാം കുട്ടികളുടെ ആ ഒരു ഡിപ്പെൻഡൻസി സ്റ്റേജ് വരെ കുട്ടികളെ സംരക്ഷിക്കുകയുള്ളൂ. ഒരു പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ 13 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികളെ പറക്കാൻ പരിശീലിപ്പിച്ച് വിടുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവർക്കാവശ്യമായ കാര്യങ്ങൾ അവർ സ്വയം കണ്ടെത്തണം. അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള പണം, അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ധനം, അവരുടെ ജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം അവർ തന്നെ കണ്ടെത്തണം എന്ന ഒരു കുടുംബ സമവാക്യത്തിലാണ് ലോകത്തിലെ മറ്റ് പല സമൂഹങ്ങളും ജീവിക്കുന്നത്. എന്നാൽ മലയാളികൾ വളരെയധികം മക്കൾക്കായി കരുതുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ വളരെ ആശങ്കയോടുകൂടി കാണുന്ന മാതാപിതാക്കളുണ്ട്. ഇനി അഥവാ എങ്ങാനും ഞങ്ങൾ മരിച്ചു പോയാൽ ഞങ്ങളുടെ ഈ സ്വത്തും കൊണ്ട് ബാങ്ക് പോകുമോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുമോ, ഇങ്ങനെയുള്ള ആദി പിടിക്കുന്ന ചില ചോദ്യങ്ങളുമുണ്ട്. ഇതിൻ്റെ മറുവശത്ത് ചിന്തിക്കുമ്പോൾ മക്കളെ നോക്കാത്ത അല്ലെങ്കിൽ മാതാപിതാക്കളല്ല ഇവിടെ കൂടുതലും നമ്മൾ കാണുന്ന മാതാപിതാക്കളെ നോക്കാത്ത മക്കളെയാണ്. മാതാപിതാക്കളെ നോക്കാത്ത മക്കളെന്ന് നമ്മൾ പറയുമ്പോൾ അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ്. ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം തൊഴിലിടങ്ങൾ, പണ്ട് കാർഷിക മേഖലയിലെന്ന് പറയുമ്പം എല്ലാവരും കൂടി കൂട്ടുകുടുംബമായിരുന്നു. മക്കളും മരുമക്കളും പേരക്കിടാങ്ങളും എല്ലാവരും കൂടി ഒന്നിച്ച് ജീവിച്ചിരുന്ന ഒരു കാർഷിക യുഗ സമ്പ്രദായത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി. നമ്മൾ വ്യാവസായിക യുഗത്തിലേക്ക് പോയി. വ്യാവസായിക യുഗത്തിൽ നിന്ന് നമ്മൾ പിന്നെ ഡിജിറ്റൽ വിപ്ലവ യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു സാമൂഹ്യ മാധ്യമ ഡിജിറ്റൽ ലോകത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എല്ലാവർക്കും കൂടി ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണ്. മാത്രമല്ല നമ്മൾ നമ്മുടെ മക്കളെ കരുതിയതുപോലെ നമ്മുടെ മക്കൾക്ക് അവരുടെ മക്കളെ കരുതേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, മറ്റ് ജീവിത കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർക്കും മറ്റു പല രാജ്യങ്ങളിലേക്ക് ചേക്കാറാതെ നിവൃത്തിയില്ല.
ഇതാരും ആഗ്രഹിച്ചത് കൊണ്ടോ മനഃപൂർവ്വം ചെയ്യുന്നതോ അല്ല, അത് ജീവിതയാത്രയുടെ പരിണാമത്തിൽ വന്നുപോയ ചില പ്രത്യേകതകളാണ്. ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ അടുത്ത കാലത്ത് വളർന്നു വരുന്ന ഏറ്റവും വലിയ ബിസിനസ് പ്രായമായവരുടെ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമാണ്. അത് പല ഗ്രേഡിൽ വളർന്നു വരുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. എക്കണോമിക്കലി വളരെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളവർക്ക് തുടങ്ങി, മിഡിൽ ഇൻകത്തിന് പറ്റിയത്, ഹയർ ഇൻകത്തിന് പറ്റുന്ന, പിന്നെ വലിയ 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 സ്കീമുകൾ, കോടികളുടെ സ്കീമുകൾ. ഇന്ന് നമ്മൾ കാണുന്ന പരസ്യത്തിൻ്റെ നല്ലൊരു ഭാഗവും ഇങ്ങനെയുള്ള പുനരധിവാസത്തിൻ്റെ മേഖലകളാണ്. അതും ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആരുടെയും കുഴപ്പമോ ആരെയും കുറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. അത് സാമ്പത്തികവും സാമൂഹികവുമായ പരിണാമങ്ങളുടെ അനന്തരഫലമാണ്, ബൈ പ്രോഡക്റ്റാണ്. അച്ഛനോടോ അമ്മയോടോ മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പലർക്കും നിവർത്തികേട് കൊണ്ടാണ്. കാരണം അവരുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും എനിക്കറിയാം, ചിലരൊക്കെ പറയും പിള്ളേരൊരു 5 വയസ്സോ 5 വയസ്സോ അല്ലെങ്കിൽ 10 വയസ്സാകുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറയും. പിള്ളേർ 10 വയസ്സാകുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ്? പിള്ളേരിപ്പോൾ പഠിക്കുന്ന സ്കൂളോ കോളേജോ ഒക്കെ നല്ലതാണ്, അതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം ഇപ്പോൾ കളയണ്ടെന്നില്ല. അങ്ങനെ പിള്ളേർ വിദ്യാഭ്യാസം കഴിഞ്ഞൊരു ഡിഗ്രിയൊക്കെ എടുത്തു കഴിയുമ്പോൾ ഇവരുടെ ചിന്ത എന്താ സംഭവിക്കണത്? അയ്യോ, പിള്ളേർക്ക് ജോലി ചെയ്യാൻ നല്ലത് ഈ രാജ്യമല്ലേ, ഇവിടെ പഠിച്ച പിള്ളേരല്ലേ, നാട്ടിൽ ചെന്നവരുടെ സംസ്കാരവുമായിട്ട് ജീവിത രീതികളുമായിട്ട് പൊരുത്തപ്പെടാൻ നമ്മുടെ പിള്ളേർക്ക് പാടല്ലേ, അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ നിൽക്കാമെന്ന് ചിന്തിക്കും. ഇവിടെ തന്നെ നിൽക്കാമെന്ന്, പിള്ളേരെ ഇവിടെ തന്നെ നിർത്താമെന്ന് ചിന്തിക്കുന്ന അവരുടെ മാതാപിതാക്കൾക്ക് അപ്പോഴത്തേക്കും ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് നാട്ടിൽ 70 വയസ്സ് 80 വയസ്സും ആയിട്ടുണ്ടാകും. ആയുർദൈർഘ്യം വർദ്ധിച്ചതുകൊണ്ട് മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും പുനരധിവസിപ്പിക്കുക എന്നുള്ള വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സാമൂഹിക സാമ്പത്തിക സൂചികകൾ നമ്മളീ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ ഒരു അനുഗ്രഹമായ ഒരു സംവിധാനമായിട്ട് വേണം നമ്മൾ കരുതാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. മാത്രവുമല്ല, നാട്ടിലുണ്ടാക്കിയ ഒരു തുണ്ട് ഭൂമിയോ അല്ലെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങളോ മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഭാരമാണ് നോക്കാൻ. കഴിഞ്ഞ ദിവസം അമേരിക്കയിലുള്ള ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറയുമായിരുന്നു, അവന് കേരളത്തിലെ നാഷണൽ ഹൈവേ തന്നെയാണ്, ദേശീയ ഹൈവേയുടെ സ്ഥലത്ത് തന്നെയാണ് ഒരു 27 സെൻറ്റ് സ്ഥലവും പഴയൊരു വീടുമുണ്ട്, ഒന്ന് വിൽക്കാൻ സഹായിക്കുമോ? ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ അത് വിൽക്കണത് എന്ന് ചോദിച്ചപ്പോൾ, എനിക്കതുകൊണ്ട് നോക്കാനോ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അത് വാടകയ്ക്ക് കൊടുക്കാനോ വാടകക്കാരെ മാറ്റാനോ ഒന്നും എന്നെക്കൊണ്ട് ഇനി പറ്റത്തില്ല. മാത്രമല്ല, എനിക്കിവിടെയാണെങ്കിൽ നല്ല കടമുണ്ട്, മേടിച്ച വീടിന്മേൽ കടമുണ്ട്, അപ്പോൾ അത് വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് കടം വിട്ടുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അപ്പം നാട്ടിലുള്ള ഒരു തുണ്ട് ഭൂമി ഭാരമായി അനുഭവപ്പെടുന്ന ധാരാളം ചെറുപ്പക്കാരും ഇന്ന് വിദേശത്തുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആലോചിക്കുമ്പോൾ അത് റിവേഴ്സ് മോർട്ട്ഗേജ് ലോണിലൂടെയൊക്കെ കൊടുത്ത് മറ്റൊരു സംവിധാനത്തിലേക്ക് തൻ്റെ അച്ഛനെ അമ്മേനെ സംരക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് അതിനെ മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തലം, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് തന്നെ നമ്മൾ അനേകം നാൾ ലോൺ അടച്ചതാണ്, പലിശ അടച്ചതാണ്, അത് തന്നെ ഭാവിയിൽ നമുക്ക് ഇൻകം തരുന്നു. നമ്മൾ പണത്തിൻ്റെ വിവിധ സോഴ്സിനെക്കുറിച്ച് ചെയ്ത ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? യുവർ നോളജ് ഗീവ്സ് യു മണി, നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് പണം തരുന്നു. യുവർ സ്കിൽസ് ഗീവ്സ് യു മണി, നിങ്ങളുടെ ചില നിപുണത അല്ലെ കഴിവുകൾ, നിങ്ങളുടെ ചില അറിവ്, അത് കമ്പ്യൂട്ടറാകാം, മറ്റ് ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ആകാം, അത് നിങ്ങൾക്ക് പണം ഉണ്ടാക്കി തരും. അത് പറഞ്ഞ കൂട്ടത്തിൽ ആ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞാണ്, യുവർ മണി ഗീവ്സ് യു മണി, നിങ്ങളുടെ പണം നിങ്ങൾക്ക് പണം തരും എന്ന്. അതായത് മണി മേക്സ് മണി, പണത്തെ നിക്ഷേപിച്ച് പണമാക്കി മാറ്റുന്ന ഒരവസ്ഥ. അതിൽ നമ്മൾ സെക്യൂരിറ്റികളെക്കുറിച്ചോ ഷെയറുകളെക്കുറിച്ചൊക്കെയാണ് ചിന്തിച്ചതെങ്കിൽ ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ ക്രിസ്റ്റലൈസ്ഡ് മണി എന്ന് പറഞ്ഞ അർത്ഥം ഓൾറെഡി ലേബർ ഉപയോഗിച്ച് സ്വരുക്കൂട്ടിയ സജ്ജീകരിച്ച ഈ ഒരു വീട്, ഭവനം, ദാറ്റ് ക്രിയേറ്റ്സ് മണി. യുവർ പ്രോപ്പർട്ടി ക്രിയേറ്റ്സ് മണി ഫോർ യു. ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വളരാൻ സാധിക്കണം. സമീപത്തുള്ള സംവിധാനങ്ങളിൽ ചെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നത് നല്ലതായിരിക്കാം. പക്ഷേ ഓർക്കണം, 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് കിട്ടുകയുള്ളൂ കേട്ടോ, അല്ലാത്തവർക്ക് ഇത് കിട്ടത്തില്ല. മാക്സിമം 20 വർഷമേ കിട്ടുകയുള്ളൂ. പ്രോപ്പർട്ടിയുടെ ഒരു 55% കിട്ടുകയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന യുവജനങ്ങളൊന്ന് ഓർക്കുക, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വസ്ഥമായി ശാന്തമായി ജീവിക്കാൻ ഈ ഒരു സംവിധാനത്തിലൂടെ അവർക്ക്
സ്വന്തമായിട്ട് മക്കളുടെ കയ്യിൽ നിന്നും മേടിച്ച് ജീവിക്കുന്നതിനേക്കാളും അഭിമാനത്തോടുകൂടി സ്വന്തം വരുമാനമായിട്ട് ജീവിക്കാനും അവർക്ക് സാധിക്കട്ടെ. അപ്പോൾ ഈ സംവിധാനത്തെക്കുറിച്ച് ചെറുപ്പക്കാരും അതുകൊണ്ട് അന്വേഷിക്കുന്നത് നല്ലതാണ്, അവരുടെ മുൻഗാമികൾക്ക് വേണ്ടി. അതുപോലെ പ്രായമായവരും അന്വേഷിക്കുന്നത് നല്ലതാണ്. പക്ഷേ മക്കൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം, മാതാപിതാക്കൾ കൊടുക്കാനുള്ളത് കൊടുക്കണം. കുടുംബ സമവാക്യങ്ങളെല്ലാം അനാവശ്യമായി പൊളിച്ചെഴുതാനുള്ള ഒരു മാർഗമായി ഈ റിവേഴ്സ് മോർട്ട്ഗേജ് ലോണിനെ കാണരുത് എന്ന ആഗ്രഹത്തോടെ, ആശംസയോടുകൂടി നന്ദി.